ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവവ്യാപിനം സർവാത്മനാം സർവജ്ഞൻ സർവേശ്വരൻ സർവസാക്ഷിണം നിത്യം സർവ്വതം സർവാധാരം സർവദേവനാമയം സർവാത്മാദേവ രാമദേവനെന്നറിഞ്ഞാലും എന്നോട് തത്വവിനെ തെളിയിടാമുള്ളവണ്ണം നിന്നോട് ഞാൻ താൻ മൂലപ്രകൃതിയായതിടോ എന്നോട് പ്രിയപരിയായ പരമാത്മാവിന്റെ സന്നിധി മാത്രം കൊണ്ടോ ഞാനിവ സൃഷ്ടിക്കുന്നു തത്സാന്നിധ്യം സൃഷ്ടമാവയെല്ലാം തത്സുലഭത്തികളാക്കുന്നു തുളസിലോകത്തെ അറിഞ്ഞവനെ അറിയാവൂ. ഭൂമിയിൽ ദിനകര വംശത്തിലെ അയോധ്യ രാമനായ സർവേശ്വരൻ താൻ ഒന്ന് പിറന്നത് ആവശ്യഭോജികളെ ഒതിപ്പാനായിക്കൊണ്ട് വിശ്വാമിത്രനോടെ എഴുന്നള്ളിയ കാലം സ്കുദ്ധയായെടുത്തൊരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യം ഒന്ന് സത്രം സിദ്ധാശ്രമം ബദ്ധബോധേന നമുക്ക് യാഗരക്ഷ കഴിഞ്ഞത് സിദ്ധകൽപ്പനായ കൗശികമനിയോടും മൈഥിലരാജ്യത്തിനായി കൊണ്ടുപോകുന്നതിനും ഗൗതമജ്ഞായ രഹല്യാശാപം തീർത്തു പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ച അതിരപൂർവ്വം മിഥിലാപുരമകം പൊക്കുമുപ്പുരവരിയുടെ ചാപം മുറിച്ചുള്ള മൽപ്പാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപ്പൊക്കു തടുത്തൊരു ഭാർഗവരാമൻ തന്നെ ദർപ്പവും അടക്കിയൻപോടോ അദ്ദേഹം പൊക്കുക ആശസംവത്സരമിരുന്ന് സുഖത്തോട് സാധനം അഭിഷേകത്തിന് ആരംഭിച്ചാണതും മാതാവ് കൈകേയും മുടക്കിയത് മൂലം ഭ്രാതാവായ സുമിത്രാജ്ഞനോടും കൂടി ചിത്രകൂടം പ്രാപിച്ച് വസിച്ച കാലം താന്ന പുത്രാരിപുരം വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോട് ഉദക്രിയാദികളെ ഭക്തനാം ഭരതനെ അയച്ചുരാജ്യത്തിനായി ദണ്ഡകാരൻ്റെ മുഖാലത്തോ വിരാധനെ ഖണ്ഡിച്ച് മുമ്പോത്ഭനാമഗസ്തിനെ കണ്ട് പണ്ഡിതന്മാരാമുനിമാരോട് സത്യം ചെയ്തു ദണ്ഡവിനെ രക്ഷോവംശത്തെ ഒടുക്കുവാൻ പൊക്കിതോ പഞ്ചവടി തത്ര വാണിയിടങ്ങാലും പുഷ്കര ശരവരവശയായി വന്നാളല്ലോ ലക്ഷ്മണൻ അവളുടെ ഉന്നതനായ ഖരൻ കോപിച്ച് യുദ്ധനായി വന്നിത് 14 സഹസ്രം പടയോടും കൊന്നിതു 3.25 നാഴിക കൊണ്ട് തന്നെ പിന്നെ ശൂർപ്പണയ പോയി രാവണനോട് ചിന്തന്മായ പൊന്മാനായി വന്നൊരു മാലിന്യം തന്നെ സായം പദ്ധതി കൊടുത്തപ്പോൾ മായാസീതയെ കൊണ്ട് രാവണൻ പോയ ശേഷം മായാമാനുഷൻ ജഡായുസിനോ മോക്ഷം നൽകി മോക്ഷവും കൊടുത്തു പോയി ശബരി തന്നെ കണ്ട് മോക്ഷതൻ അവളുടെ പൂജയും കൈക്കൊണ്ടതാ മോക്ഷദാനവും ചെയ്ത് പൂക്കിത് പമ്പാതീരം തത്ര കണ്ടിത് നിന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ട് മിത്രമായിരിപ്പതെന്ന് അന്യോന്യ സഖ്യം ചെയ്ത് വൃത്താര്യപുത്രനായ ബാലിയെ വധം ചെയ്ത് സീതാന്വേഷണം ചെയ്ത് ദക്ഷിണ ജലത്തിൽ സേതുബന്ധനം ലങ്കാമർദ്ദനം പിന്നെ ശേഷം പുത്രമിത്ര അമാത്യ ഭൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവം ദശാസനെ ശസ്ത്രേണ വധം ചെയ്ത് രക്ഷിച്ച ലോകത്രയം ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്ത് പാവകൻ തങ്കൽ മറന്നിരുന്നവർ എന്നെ പിന്നെ പാവനെന്ന് ലോകസമ്മതമാക്കിക്കൊണ്ട് പാവകനോട് വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടും അനുവാദം കൊണ്ട് അയോധ്യയാം രാജ്യത്തിന് അഭിഷേകം ചെയ്ത് ദേവാദികൾ പൂജനായിരുന്നരുളിയിടിന ജഗന്നാഥൻ യാചനം നാരായണൻ ഭക്തിയുള്ളവർക്ക് സായുജ്യമാം മോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ ഏവമാദികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവ്യാം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു നൂനം രാമനാം ജഗദ്ഗുരു നിർഗുണൻ ആനന്ദാത്മകൻ ആത്മാരാമൻ അദ്വയം പരം നിഷ്കളൻ വിദ്യൽ ഭൃംഗാരാമൻ അച്യുതൻ വിഷ്ണു ഭഗവൻ നാരായണൻ ഗമിക്കുന്നതും പുനരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല നിർവികരാത്മാ തേജോമയനായി നിറഞ്ഞൊരു നിർവൃതനൊരു വസ്തു ചെയ്യുകയില്ലൊരു നാളും നിർമ്മലൻ പരിണാമനാം ആനന്ദമൂർത്തി ചിന്മൻ മായാമായൻ തൻ്റെ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നത് താനെന്ന് തോന്നിക്കുന്നു തൻ മായാഗുണങ്ങളെ താനനുസരിക്കയാൽ അഞ്ജനാതനയനോട് ഇങ്ങനെ സീതാദേവി കഞ്ചലോചന തത്വം ഉപദേശിച്ച ശേഷം അഞ്ജസാരാമദേവൻ മന്ദഹാസവും ചെയ്ത് മഞ്ജുളവാച പുനരവനോട് അരുൾ ചെയ്തു പരമാത്മാവുന്ന ബിംബത്തിൽ പ്രതിബിംബം പരിധിയിൽ കാണുന്നത് ജീവാത്മാവർഗടോ തേജരൂപിണിയാകും എന്നുടെ മായതെങ്കിൽ വ്യാജമന്യെ നിർലിക്കുന്ന കവിവര ഓരോരോ ജലാശയ കേവലം മഹാകാശം നേരെ നീ കാണുന്നില്ലയോ കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മ പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു സഖി തസ്യമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ട് മമ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യകാരുണ്യത്താൽ മൽഭക്തനായുള്ളവനെ പദമറിയുമ്പോൾ മദ്ഭാവം പ്രാപിച്ചിടും ഇല്ല സംശയമേതും മൽഭക്തി വിമുഖൻ ശാസ്ത്രാർത്ഥകർത്തങ്ങൾ തോറും സദ്ഭാവം കൊണ്ട് ചാടി വീണു മോഹിച്ചിടുന്നു ഭക്തഹീനന്മാർക്ക് 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കില്ല തത്വജ്ഞാനവും കൈവല്യവും പരമാത്മാവാം അപഹൃദ്യം രഹസ്യവിധി ഒരു നാളും മൽഭക്തഹീനന്മാരായി മേവീടും നരന്മാരോട് പറഞ്ഞറിയിക്കരുതടോ പരമോപദേശം വീതിയൊന്നും ശ്രീ മഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്ത രാമമഹാത്മ്യമിതം പവിത്രം ഗുഹ്യതമം സാക്ഷാൽ ശ്രീരാമഭോക്തം വായുപുത്രനായിക്കൊണ്ട് മോക്ഷതം പാപഹരം ഹൃദ്യമാനന്ദോദയം
സർവവേദാന്തസാര സംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തി കൊണ്ട് അനാരതം പ്രാപിച്ചിടുന്ന പുമാൻ മുക്തനായി വരും ഒരു സംശയമില്ല നാട്ടെ. ബ്രഹ്മഹത്യാ ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറും ആർജിച്ചുള്ളവയെന്നാകിലും ഒക്കവേ നശിച്ചു പോമെന്നരുൾ ചെയ്തു രാമൻ മർക്കടപ്രവരനോടെന്നത് സത്യമല്ലോ. ജാതിനിന്ദിതൻ പരശ്രീധനഹാരി പാപി മാതൃഘാതകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്ത യോഗീ വൃന്ദാപകാരി സുവർണസ്തേ ദുഷ്ടൻ ലോകനിന്ദിതനേറ്റമെങ്കിലും അവൻ ഭക്യ രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാലാമോദപൂർവം പൂജ്യനായി വരുമത്രയല്ല. യോഗീന്ദ്രനും അലഭ്യമായ വിഷ്ണു ലോകത്തെ പ്രാപിച്ചിടും ഇല്ല സംശയമേതും. ഇങ്ങനെ മഹാദേവൻ അരുൾ ചെയ്തതു കേട്ടു തിങ്ങിടും ഭക്തിപൂർവം ദേവി. മംഗലാത്മാവേ മമ ഭർത്താവേ ജഗൽപദേ ഗംഗാ കാമുക പരമേശ്വരാദയാനിധേ പന്നകവിഭൂഷണ ഞാൻ അനുഗ്രഹീതയായി സ്വസ്ഥയായി വന്നേനല്ലോ. ചിഹ്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായിതു മോഹമൊക്കെ നിന്നനുഗ്രഹാൽ നിർമ്മലം രാമതത്വാമൃതമാം രസായനം തൊന്മുകോൾ പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരികെന്നതുള്ളതില്ലയല്ലോ. നിർണയമതു മൂലമൊന്നുണ്ടു ചൊല്ലുന്നു ഞാൻ ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ സർവത്ര ഗോവിന്ദനാമ. അവിടെ മതിയല്ലേ ഗോവിന്ദ ഗോവിന്ദ പിന്നെയും പറയാൻ വേണ്ടി പറയുന്നതല്ലേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. വെള്ളം വേണം ലഭിച്ച് വെള്ളം വേണം. വായിക്കാൻ പറ്റില്ല, വായിച്ചു നാരായണ 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 നാരായണ. ഭഗവാന്റെ തൃക്കാൽക്കൽ സുന്ദരകാന്ഡ സമ്പൂർണ്ണ പാരായണം ആരംഭിക്കുകയാണ്. ഹരിശ്രീ ഗണപതിയേ നമ. വിഘ്നമസ്തു സകല ശുക കുലവിമല തിലകിതകൾ എല്ലാവരും തിലകിതകളേബരേ സാരസ്യ പീയൂഷ സാര സർവസ്വമേ കഥയ മമ കഥകളതിസാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതീവര. കിളിമകളോടതിസരസനിതിരകുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ചനന്തരം കളമൊഴിയും അഴകിനോട് തൊഴുതു ചൊല്ലിയിടിനാൾ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനത്തെ. ഹിമശിഖരി സുതയോടു അങ്കാധരൻ എങ്കിലോ കേട്ടുകൊള്ളുന്നരുളി ചെയ്തു. ലവണജല നിധിശതക യോജന വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി. മനുജപരിവൃഢചരണ തളിനയുഗളം മുത മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം. കവിവരോട് അമിതബല സഹിതമുര ചെയ്തിതു കണ്ടുകൊള്ളുവിൻ നിങ്ങളെങ്കിലെല്ലാവരും. മമ ജനക സദൃശനഹം അതിശബലമമ്പരെ മാനേന പോകുന്നിദാസരേ ശാലയെ. അജതനയ തനയ സരസമധിക ചൂട് നോക്കണേ. അദ്യൈവ പശ്യാമി രാമപത്നീമഹം അഖില ജഗദധിപനോട് വിരവടറിപ്പനി. അദ്യ കൃതാത്തനായേൻ കൃതാത്യോസ്മകം പ്രണതജന ബഹുജനന മരണഹര നാമകം പ്രാണപ്രയാണകാലേ നിരൂപിപ്പവൻ. ജനിമരണ ജലനിധിയെ വിരവോടു കടക്കുമ ജന്മനാ കിം പുനസ്തസ്യ ദൂതോസ്മ്യകം. തദനു മമ ഹൃദി സപതി ലഘുപതി അനാരദം തസ്യാങ്കുലീയവുമുണ്ടു ശിരസിമേ. കിമപി നഹി ഭയമുദതി സപതി തരിതും നിങ്ങൾ കീശപ്രവരരെ ഗേദിയായി ഗേതുമേ. വിധിഭവന തനേനുര ചെയ്തുവാലും നിജം ഏറ്റമുയർത്തിപ്പരത്തിക്കരങ്ങളും അതിവിപുല ഗളതലവും ആർജവമാക്കിനിൻ ആകുഞ്ചിതാംഗ്രിയായി ഊർധ്വനയനായി. ദശവദനപുരിയിൽ നിജഹൃദയവും ഉറപ്പിച്ചു ദക്ഷിണ ദിക്കുമാലോക്യ ചാടിയിടിനാൻ. പതകപതി ദിവപവന സുതർനത വിഹായസ ഭാനുബിംബാംബയാ പോകും ദശാന്തരെ. അമരസമുദയമനില തനയ വലഭേദങ്ങൾ ആലോക്യ ചൊന്നാർ പരീക്ഷണാർത്ഥം തഥാ. സുരസയോട് പവനസുത സുഖഗതി മുടക്കുവാൻ തൂർണം നടന്നിതു നാഗജനനിയും. ത്വരിതമനിലനജമതി ബലങ്ങൾ അറിഞ്ഞതി സൂക്ഷ്മദൃശാവരികെന്നതു കേട്ടവൾ. ഗഗനപതി പവനസുത ജവഗതി മുടക്കുവാൻ ഗർവേണ ചെന്നുതൽ സന്നിധോ മേവിനാൾ. കഠിനതരം അലറിയവൾ അവനോടുര ചെയ്തിതു കണ്ടീലയോ ഭവാൻ എന്നെ കബീവര. വയരഹിതം ഇതുവഴി നടക്കുന്നവർകളെ ഭക്ഷിപ്പതിനുമാം കൽപ്പിച്ചതീശ്വരൻ. വിധിവിഹിതമശനം ഇതു ന്യൂനം മധ്യത്വയ വീരാവിശപ്പനിക്കേറ്റമുണ്ടോർക്ക നീ. മമവദന കുഹരമതിൽ വിരവിനോട് പൂക നീ മറ്റൊന്നുമോർത്തു കാലം കളയായികെടു.
സരസമിതി രഭസതര മതനുസരസാഗിരം സാഹസാൽ കേട്ടനിൽ ആത്മജൻ ചൊല്ലിനാൻ. അഹമഖില ജഗതധിപൻ അമരഗുരു ശാസനാൽ ആശുസീതാന്വേഷണത്തിനു പോകുന്നു. അവളെ നിശിചരപുരിയിൽ വിരവിനോട് ചെന്നുകൺ അദ്യവാശോഭ വരുന്നതുമുണ്ടു ഞാൻ. ജനകനരപതി ദുഹൃതു സരിതമഖിലം ദ്രുതം ചെന്നു രഘുപതിയോടറിയിച്ചു ഞാൻ. തവവദന കുഹരമതിൽ അപഗത വയാകുലം താൽപര്യം ഉൾക്കൊണ്ടുവന്നു പൊക്കിയിടുവൻ. അനൃതമക തളിരിലൊരു ഒഴുതുമറി വീലഹം ആശുമാർഗം ദേഹി ദേവി നമോസ്തുതേ. തതനു കവി കുലവരനവൾ അവളുമുര ചെയ്തിതു ദാഹവും ചുത്തും പൊറുക്കരുതേതുമേ. മനസ്സി തവ സുദൃഢമിതി യതിസപതി സാദരം വാപിളർന്നീടെന്നു മാരുതി ചൊല്ലിനാൻ. അതിവിപുല മുടലുമൊരു യോജനായാമമായി ആശുകനന്ദനൻ നിന്നതു കണ്ടവൾ അതിലധിക തരവദന വിവരമുടനാകുലം അത്ഭുതമായഞ്ചു യോജന വിസ്തൃതം. പവനതനയനുമതിനു ജഡിതി ദശയോജന പരിമിതി കലർന്നു കാണായോരനന്തരം നിജമനസി ഗുരുകുതകം ഒടുസുരസയും തഥാ നിന്നാളിരുപതു യോജന വായുമായി മുഖക്കുരവും അതിവിപുലം അധികരുതി മാരുതി 30 യോജന വണ്ണമായി മേവിനാൻ. ഓം ശ്രീകൃഷ്ണൻ അലമലമിത യമനലരുതു ജയമാർക്കുമൻ 50 യോജന വാവിളർന്നിരുന്നു. അതുപൊഴുതു പവനസുതൻ അതികൃശ ശരീരനായി അങ്കുഷ്ടതുല്യനായി ഉൾപ്പൂക്കരുളിനാൻ. തതനു ലഘു തരമവനും ഒരുതര തപോബലാൽ തത്ര പുറത്തു പുറപ്പെട്ടു ചൊല്ലിനാൻ. ശൃണുസുമിതി സുഖപരേ സുരസേ ശുഭേ ശുദ്ധേ ഭുജംഗമാതാവേ നമോസ്തുതേ. ശരണമിഹ ശരണ സരസിജയുഗളമേവതേ ശാന്തേ ശരണ്യേ നമസ്തേ നമോസ്തുതേ. പ്ലവക പരിവൃഢവചന നിശമനരശാന്തരെ പേർത്തും ചിരിച്ചു പറഞ്ഞു സുരസയും. വരിക തവ ജയമതി സുഖേന പോയി ചെന്നു നീ വല്ലഭാവൃത്തുള്ളവണ്ണം മുതാ. രഘുപതിയോടഖിലമറിയിക്ക തൽക്കോപേന രക്ഷോ ഗണത്തെയും ഒക്കെയൊടുക്കണം. അറിവതിനു തവ ബല വിവേകവേഗാദികൾ ആതിഥേയന്മാരയച്ചു വന്നീനകം. നിജചരിതമഖിലം അവൾ അവനോടറിയിച്ചു പോയി നിർജ്ജര ലോകം ഗമിച്ചാൾ സുരസയും. പവനസുതൻ അധഗഗന പതികരുടെ തുല്യനായി പാഞ്ഞു പരാവാരമീതി ഗമിക്കുമ്പോൾ ജലനിധിയും അജലവരനോടു ചൊല്ലിനാൻ. ചെന്നു നീ സൽക്കരിക്കേണം കബീന്ദ്രനെ സകരനര പതിതനയരെന്നെ വളർക്കയാൽ സാഗരമിന്നു ചൊല്ലുന്നിതെല്ലാവരും. തദഭിജന വപനരിക രാമൻ തിരുവടി തസ്യ കാര്യാർത്ഥമായി പോകുന്നതുമിവൻ. നിധിയിലൊരു പതനമവനില്ല തൽക്കാരണാൽ ഇച്ഛയാ പൊങ്ങിത്തളർച്ച തീർത്തിയിടണം. മണികനകമയമലനായ മൈനാക മനുഷ്യവേഷം ധരിച്ചു ചൊല്ലിനാൻ. ഹിമശിഖിരി തനയനകം അറിക കവിവീരരെ എന്മേലിരുന്നു തളർച്ചയും തീർക്കെടോ. സലിലനിധി സരഭസമയക്കയാൽ വന്നു ഞാൻ സാധവും ദാഹവും തീർത്തുപോയിക്കൊള്ളെടോ. അമൃതസമ ജലവും മധുരമധുപൂരവും അർദ്ധപക്വങ്ങളും ഭക്ഷിച്ചു കൊൾകനി. അലമലമിതരുതരുതു രാമകാര്യാർത്ഥമായി ആശുപോകും വിധോ പാത്കരുതെങ്ങുമേ. പെരുവഴിയിൽ അശനശയനങ്ങൾ ചെയ്യുന്നതും പേർത്തു മറ്റൊന്നു ഭാവിക്കയെന്നുള്ളതും അനുചിതമിത് അധികരുകു കുലതിലക കാര്യങ്ങൾ അൻപോടു സാധിച്ചൊഴിഞ്ഞരുതൊന്നുമേ. വിഗതഭയം ഇവിരവോടിന്നു ഞാൻ പോകുന്നു ബന്ധുസൽക്കാരം പരിഗ്രഹിച്ചേനകം. പവനസുതൻ ഇവയുമുര ചെയ്തു തൻ കൈകളാൽ പർവ്വതാധീശ്വരനെ തലോടിനാൻ. പുനരവനു മനിലസമം മുഴറി നടക്കൊണ്ടിതു പുണ്യജനേന്ദ്രപുരം പ്രതി സംഭ്രമാൽ. തതനു ജലനിധിയിലതി ഗഭീരദേശാലയെ സന്തതം വാണിടും ഛായാഗൃഹിണിയും സരിതദ്ദതി പനുപരി പരിചൊടു പോകുന്നവൻ തന്നിഴലാശു പിടിച്ചു നിർത്തിയതിനാൽ. അതുപൊഴുതു മമഗതി മുടക്കിയതാരെന്ന് ദന്തരാ പാർത്തു കീഴ്പോട്ടു നോക്കിയിടിനാൻ. അതിവിപുലതര ഭയകരാംഗിയെ കണ്ടളവ് അംഗ്രിപാതേന കൊന്നിടിനാൻ തൽച്ചനെ. നിഴലതു പിടിച്ചു നിർത്തിക്കൊന്നു തിന്നുന്ന നീജയാം സിംഹികയെ കൊന്നനന്തരം ദശവദനപുരിയിൽ വിരവോടു പോയിടുവാൻ ദക്ഷിണ ദിക്കു നോക്കി കുതിച്ചിടിനാൻ. ചരമഗിരി ശിരസിരവിയും പ്രവേശിച്ചിതു ചാരുലങ്കാ ഗോപുരാഗ്രേ കവീന്ദ്രനും. ദശവദന നഗരമതി വിമല വിപുലസ്ഥലം ദക്ഷിണവാരിധി മധ്യേ മനോഹരം. ബഹുലഫല കുസുമദല യുഡവിഡഭസങ്കുലം വല്ലീകുലാവൃതം പക്ഷി മൃഗാന്വിതം. മണികനകമയമമരം പുരസദൃശമമ്പുതി മധ്യേ ത്രികൂടാചലോപരി മാരുതി. കമലമകൾ ചരിതമറി വതിനു ചെന്നൻപോടു കണ്ടിതു ലങ്കാനഗരം നിരൂപമം. കനകവിരിചിതമതിൽ കിടങ്ങും പലതരം കണ്ടു കടപ്പാൻ പണിയെന്നു മാനസേ പരവശതയൊടു ജിഴുതി പലവഴി നിരൂപിച്ചു.
പത്മനാഭൻ തന്നെ ധ്യാനിച്ചു മേവിനാൻ നിശിതമസി നിശിചര ഒരേ കൃഷരൂപനായി നിർജ്ജന ദേശീയ കടപ്പൻ എന്നോർത്തവൻ നിജമനസി നിശ്ചര കുലാരിയെ ധ്യാനിച്ചു നിർജ്ജര വൈരി പുരംഗമിച്ചിരു പ്രകൃതി ചബലനും അധിക ചബലം മജലം മകൾ പ്രാകാരവും മുറിച്ചാകാരവും മറ അവനി മകൾ അടിമലരു മകതളിരിലോർത്തുകൊണ്ട് അഞ്ജനാനന്ദനൻ അഞ്ജസാ നിർഭയം ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ പരിശോധിച്ച് വായിച്ചു പറ്റുന്നില്ല വായിക്കാം. ഉടൽ കടുകിനോട് സമം ഇടത്തുകാൽ മുമ്പിൽ വെച്ച് ഉള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരെ കഠിനതരം മലറി ഒരു രജനീചര്യ വേഷമായി കാണായിതാശൂലങ്കാശ്രീയും കഥ ഇവിടെ വരുവതിന് പറക എന്ത് മൂലം ഭവൻ ഏകനായി ചോരനോ ചൊല്ലുന്നിൻ വാഞ്ചിതം അസുരസുര നരപശു മൃഗാദി ജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂടാ ഞാൻ അറിയാതെ ഇത് പരുഷവചനമുടെ അണഞ്ഞു താടിച്ചതൊന്ന് ഏറെ രോഷേണ താടിച്ചു കവീന്ദ്രനും രഘുകുലജ വരസജീവ ഭാമ മുഷ്ടിപ്രഹാരേണ മതിച്ചൂപമിച്ചിരു ചോരയും കവിവരനോട് അവളും എഴുന്നേറ്റ് ചൊല്ലിയിടിന കണ്ടേനടോ തവ ബാഹുവരം സഖേ വിധി വിഹിതം ഇത് മമ പുരൈവ ദാതാവ് താൻ വീര പറഞ്ഞത് എന്നോടിത് മുന്നമേ സകല ജഗതധിപതി സനാതനൻ മാധവൻ സാക്ഷാൽ മഹാവിഷ്ണുമൂർത്തി നാരായണൻ കമലധര നയനൻ അവനിയിൽ അവതരിക്കും ഉൾക്കാരുണ്യമോട് അഷ്ടവിംശതി പതിയെ ദശരഥ നൃപതി തനയനായി മമ പ്രാർത്ഥന ത്രേതായുഗേ ധർമ്മദേവ രക്ഷാർത്ഥമായി ജനക നൃപവരന് മകളായി നിജമായയും രാധയാം പത്നിമുഖ വിനാശത്തിനായി സരസിരുക നയനൻ അടവിൽ അത തപസ്സിനായി സാപാതൃ ഭാര്യനായി വാഴും ദശാന്തരെ ദശപഥൻ അവന് മകളെയും അപഹരിച്ചുടൻ ദക്ഷിണവാരി പൂക്കൂയിരിക്കുന്ന നാൾ സപതി രഘുവരനോട് അരുണജൻ സാജീവ്യവും സംഭവിക്കും